سالكنا رحمة وحنانا من مريم بمريم رحمنا راحمة لنا داري اسبهتو تودي سهر كل سر مرمتو لبتنا منويس وبكلدن نستويد ناسين എൻ്റെ ദൈവിക സ്വഭാവത്താൽ സർവോന്നതനും അദൃശ്യനും ഞങ്ങൾക്ക് വേണ്ടി സ്വമനസ്സാൽ പീഡയേൽക്കാൻ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നവനായി പീഡകളിൽ നിന്ന് വന്നിരിക്കുന്നവനും ഞങ്ങളെ രക്ഷിപ്പാൻ സദയം ജഡത്തിൽ മരണമാസ്വദിച്ച മരണത്തിനും പാപത്തിൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് കരുണയോടെ ഞങ്ങളെ വേർപെടുത്താനായിട്ട് ന്യായസ്ഥലത്ത് പീലാത്തോസിൻ്റെ മുമ്പാകെ നിന്ന ന്യായാധിപതിമാരുടെ ന്യായാധിപതിയും ഞങ്ങൾക്ക് വേണ്ടി തൻ്റെ പിതാവിനോട് പ്രാർത്ഥിച്ച പ്രാർത്ഥനകളെ കൈക്കൊള്ളുന്നവനുമായവന് വെള്ളിയാഴ്ചയുടെ 9-ാം മണി നേരത്തെ പ്രാർത്ഥനയുടെ ഈ സമയത്തും സകല പെരുന്നാളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. സോദഹായ തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും ഞങ്ങളെ സൃഷ്ടിക്കുകയും ഉന്നതനും അത്യുത്കൃഷ്ടനുമായ ദൈവമേ, നിന്റെ ശ്രേഷ്ഠമാമുണ്മയെ ഞങ്ങൾ സ്തുതിച്ച് ഏറ്റുപറയുന്നു. സ്വർഗീയ പിതാവിൻ്റെ വചനമാം ഏകപുത്ര, നീ നിന്റെ രക്ഷയെ ഞങ്ങൾക്ക് പുകഴ്ത്തുന്നു. നിന്യമാ മണ്ണിൽ നിന്ന് അതിനു മുമ്പാകെ സ്തുതിപാഠകന്മാരായി ഞങ്ങളെ നിർത്തിയ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ പുകഴ്ത്തുന്നു. ഭൂമിയിലെ രാജാവായ ആദ്യ മനുഷ്യനായ ആദാമിനെ മേടമാസം 6-ാം തീയതി വെള്ളിയാഴ്ച നീ സൃഷ്ടിച്ച മഹിമയോടെ ഉല്ലസിപ്പാനും മാലാഖമാർക്ക് ചാർച്ചക്കാരനുമാകുവാനും നീ അവനെ പർദീസായി വാഴിച്ചു. വെള്ളിയാഴ്ച പ്രഭാതത്തിൽ നീ അവനെ ഏദനിൽ അവകാശിയാക്കി ഭൂമിയിലുള്ള സകലത്തിൻ്റെയും ആധിപത്യവും അവന് നൽകി. എന്നാൽ 3-ാം മണിനേരം മോഹിനിയമാം പഴത്തിൻ്റെ അടുക്കിലേക്ക് മൂടയാൽ അടുത്ത് ചെന്ന് വെമ്പലോടെ ഭക്ഷിച്ച് മഗ്നനായി തീർന്നു. ആദമേ ആദമേ ആദമേ, നീ എവിടെയാകുന്നു എന്ന് ഒരു ഗംഭീര ശബ്ദം അവൻ കേട്ടു. എൻ്റെ നാഥാ, നിന്റെ ശബ്ദം കേട്ടിട്ട് ഒളിച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞ് അവൻ മുഖൻ ലജ്ജയോടെ ഉത്തരം പറഞ്ഞു, നീ ക്രോധവും കോപവും കൊണ്ട് അനുസരണമില്ലാത്ത ദാസ, നീ നിന്റെ അവകാശം വിട്ട് മുള്ളു നിറഞ്ഞ് ശമിക്കപ്പെട്ട ഭൂമിയിലേക്ക് പോവുക എന്ന് അവരോട് കൽപ്പിച്ചു. ഈ വെള്ളിയാഴ്ച അവൻ കർത്തൃകൽപ്പനയാൽ പർദീസായിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടു. അവൻ്റെ സഹായത്തിനായി സൃഷ്ടിക്കപ്പെട്ട ഹവ്വായോടുകൂടി ഈ ദുഃഖകരമാം ജീവിതത്തിലേക്ക് അവൻ തള്ളപ്പെട്ടവനായി തീർന്നു. നിന്റെ രാജകീയ സ്വരൂപം നശിച്ചുപോകാൻ നിന്റെ കൃപയ്ക്ക് സമ്മതമാകയാൽ നിന്റെ സ്വരൂപരക്ഷയ്ക്കായി നീ നിന്റെ വചനമാം അനാഥിതനെ നീ നിയോഗിച്ചു. താൻ പാപവികാരമെന്നെ ഭരണം നടത്തി ആദാമിനെ രക്ഷിക്കുവാനായിട്ട് വെള്ളിയാഴ്ച തന്നെ കുരിശാരോഹണത്തിനായി ഒരുങ്ങിച്ചെന്നു. ഒരു ദുഷ്ടനെ എന്ന പോലെ ഹന്നായുടെ ഭവനത്തിൽ തന്നെ ബന്ധനത്തിലാക്കി. കയ്യാപ്പായുടെ ഗൃഹത്തിൽ വെച്ച് ഒരു കുറ്റക്കാരനെ പോലെ തന്നെ വടികൊണ്ടടിച്ചു. ബലഹീനെ പോലെ താൻ തുണിയിൽ കെട്ടിപ്പിടിച്ചു. പീലാത്തോസിന്റെ കൊട്ടാരത്തിൽ വെച്ച് കുറ്റക്കാരനെ പോലെ കൊലപ്പെടുത്താൻ ഏൽപ്പിച്ചു. വെള്ളിയാഴ്ച ആദം സൃഷ്ടിക്കപ്പെട്ടു. മേടമാസം 14-ാം തീയതി വെള്ളിയാഴ്ച നമ്മുടെ നാഥനായ മശിഹാ തമ്പുരാൻ നമുക്ക് വേണ്ടി ജഡത്തിൽ കഷ്ടത അനുഭവിച്ച് നമ്മെ രക്ഷിച്ചു. വെള്ളിയാഴ്ച ദൈവം ആദമിനെ സൃഷ്ടിച്ചു.
വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ ആദമിന്റെ മക്കളായ അശുദ്ധരെന്ന് തുപ്പലേറ്റു. വെള്ളിയാഴ്ച മൃഗങ്ങളും ജന്തുക്കളും അവയ്ക്ക് പേരിട്ടു കിട്ടുന്നതിനായി തലകുനിച്ച് വന്നിച്ചുകൊണ്ട് ആദാമിന്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി. വെള്ളിയാഴ്ച യൂതന്മാരുടെ രാജാവേ സമാധാനം എന്ന് അപഹസിച്ച് പറഞ്ഞുകൊണ്ട് മശിഹായ്ക്കെതിരെ സഭ കൂടി. ബാശാനിലെ അനേകം കാളകളും കാളക്കുട്ടികളും എന്നെ ചുറ്റിവളഞ്ഞു എന്ന് ദാവീദ് പറഞ്ഞത് നിറവേറി. വെള്ളിയാഴ്ച ആദാമിന്റെ തലയിൽ രാജകീയ കിരീടം വയ്ക്കപ്പെട്ടു. ഈ വെള്ളിയാഴ്ച നമ്മുടെ കർത്താവിന്റെ തലയിൽ മുൾക്കിരീടം വയ്ക്കപ്പെട്ടു. ആദം മഹിമയോടെ പ്രശോഭിച്ചുകൊണ്ട് പർദീസായിൽ 3 മണിക്കൂർ നേരം ഇരുന്നു. നമ്മുടെ കർത്താവ് ആദമിന്റെ മക്കളായ മൺമേന്മാരുടെ അടിയേറ്റുകൊണ്ട് 3 മണിക്കൂർ നേരം ന്യായസ്ഥലത്ത് നിന്നു. ഈ വെള്ളിയാഴ്ച ഹവ്വ നന്മതിന്മയെ കുറിച്ചുള്ള വൃക്ഷത്തിന്റെ അടുക്കിലേക്ക് ചെന്നു. ഈ വെള്ളിയാഴ്ച 6 മണിക്ക് ജീവവൃക്ഷമാകുന്ന മശിഹാ തമ്പുരാൻ കുരിശിന്മേൽ കയറി. ഈ വെള്ളിയാഴ്ച ഹവ്വ ആദമിന് മരണകരമാം പഴം കൊടുക്കുകയും അവൻ തിന്നുകയും മരിക്കുകയും ചെയ്തു. ഈ വെള്ളിയാഴ്ച ജനങ്ങൾ നമ്മുടെ കർത്താവിന് കാടിയും കയ്പുനീരും നീട്ടിക്കൊടുക്കുകയും താൻ അത് കുടിക്കുകയും ചെയ്തു. ഈ വെള്ളിയാഴ്ച ആദം നഗ്നനായി 3 മണിക്കൂർ നേരം പർദീസായിൽ ഇരുന്നു. ഈ വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ 3 മണിക്കൂർ നേരം കുരിശിന്മേൽ നഗ്നനായി കിടന്നു. ഈ വെള്ളിയാഴ്ച മരണമുള്ളവരായ മൺമേരുടെ മാതാവായ ആദമിന്റെ ഇടതുഭാഗത്ത് നിന്നുകൊണ്ട് പുറപ്പെട്ടു. ജീവന്റെ കാസായും ആത്മീയ പാനീയവും മശിഹാ തമ്പുരാന്റെ വിലാവിൽ നിന്ന് പുറപ്പെട്ടു. ഈ വെള്ളിയാഴ്ച ആദം ഹവ്വായും പാപം ചെയ്തു. ഈ വെള്ളിയാഴ്ച അവരുടെ പാപം ക്ഷമിക്കപ്പെട്ടു. ഈ വെള്ളിയാഴ്ച അവരിരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു. തങ്ങൾ നഗ്നരാണെന്ന് അറിഞ്ഞ വെള്ളിയാഴ്ച സത്യപ്രകാശം അവർക്ക് ഉദിക്കുകയും അവർ പുതിയ ജീവനെ നേടുകയും ചെയ്തു. ഈ വെള്ളിയാഴ്ച ദുരാഗ്രഹിയായ മരണം അവരുടെ മേൽ വാണു. ഈ വെള്ളിയാഴ്ച മരണത്തിന്റെ അധികാരം പോയി. ഈ വെള്ളിയാഴ്ച ആദാമും ഹവ്വയും ദുഃഖത്താൽ തല താഴ്ത്തിക്കൊണ്ട് പർദീസായിൽ നിന്ന് പുറപ്പെട്ടു പോയി. ഈ വെള്ളിയാഴ്ച കുരിശടയാളം അവരെ സന്തോഷത്തോടെ പർദീസായിലേക്ക് തിരിച്ചു കൊണ്ടുപോന്നു. ഈ വെള്ളിയാഴ്ച മശിഹാ തമ്പുരാൻ മഹത്വത്തിന്റെ വസ്ത്രം അഴിച്ചു കളഞ്ഞു. ആദാമും ഹവ്വായും വൃക്ഷങ്ങളുടെ ഇടയിൽ വെച്ച് അഴിച്ചു കളഞ്ഞ മഹത്വാംഗിക്ക് പകരം അവരെ വീണ്ടും ധരിപ്പിച്ചു. ഈ വെള്ളിയാഴ്ച സാത്താൻ തന്റെ വഞ്ചകനായ അവരെ നാണിപ്പിച്ചു. ഈ വെള്ളിയാഴ്ച